ഹലോ. അനശ്വര ഗായകനായ SP ബാലസുബ്രഹ്മണ്യത്തെക്കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ആരാണ് SP ബാലസുബ്രഹ്മണ്യം അഥവാ SPB? ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തെ ഒരു ഗായകനും നടനും സംഗീത സംവിധായകനും നിർമ്മാതാവുമായിരുന്നു SP ബാലസുബ്രഹ്മണ്യം അഥവാ ശ്രീപതി പണ്ഡിത് ആരാധ്വാല ബാലസുബ്രഹ്മണ്യം. 1946 ജൂൺ 4 ആന്ധ്രാപ്രദേശിലെ നെല്ലൂരിനടുത്തുള്ള കൊനട്ടമ്മപേട്ട എന്ന സ്ഥലത്തായിരുന്നു SP ബാലസുബ്രഹ്മണ്യം ജനിച്ചത്. അദ്ദേഹത്തിന്റെ പിതാവ് അന്തരിച്ച SP സാംബമൂർത്തി നാടകങ്ങളിലൊക്കെ അഭിനയിച്ചിരുന്ന ഒരു ഹരികഥാ കലാകാരനായിരുന്നു. 2019 ഫെബ്രുവരി 4 അന്തരിച്ച ശകുന്തളാമ്മയായിരുന്നു അദ്ദേഹത്തിന്റെ മാതാവ്. ഗായകൻ, നടൻ, സംഗീത സംവിധായകൻ കൂടാതെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, നിർമ്മാതാവ് തുടങ്ങിയ മേഖലകളിലെല്ലാം അദ്ദേഹം കഴിവ് തെളിയിച്ചിട്ടുണ്ട്. 1966 മുതൽ വർഷങ്ങളായി ഈ മേഖലകളിലെല്ലാം അദ്ദേഹം സജീവമായി നിലനിന്നിരുന്നു. ഗായിക SP ശൈലജ ഉൾപ്പെടെ 2 സഹോദരന്മാരും 5 സഹോദരിമാരും അദ്ദേഹത്തിനുണ്ട്. തന്റെ കുട്ടിക്കാലത്ത് തന്നെ സംഗീതത്തോട് വലിയ താല്പര്യം അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ പിതാവ് ആഗ്രഹിച്ചിരുന്നത് SPBയെ ഒരു എഞ്ചിനീയർ ആക്കണമെന്നായിരുന്നു. അനന്തപുരിയിലെ JNTU എഞ്ചിനീയറിംഗ് കോളേജിൽ ചേർന്നുവെങ്കിലും ടൈഫോയിഡ് പിടിപെട്ടതിനാൽ അവിടുത്തെ വിദ്യാഭ്യാസം തുടരാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. പിന്നീട് SPB ചെന്നൈയിലെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സിൽ പ്രവേശനം നേടി. പക്ഷെ അപ്പോഴേക്കും സംഗീതത്തെ അദ്ദേഹം ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിരുന്നു. പല ആലാപന മത്സരങ്ങളിലും നല്ല ഗായകനായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. 1964 മദ്രാസ് ആസ്ഥാനമായുള്ള തെലുങ്ക് കൾച്ചറൽ ഓർഗനൈസേഷൻ സംഘടിപ്പിച്ച അമച്വർ ഗായകർക്കുള്ള സംഗീത മത്സരത്തിൽ അദ്ദേഹം 1ാം സമ്മാനം നേടി. അനിരുദ്ധ ഹാർമോണിയം, ഇളയരാജ ഗിറ്റാറിലും പിന്നീട് ഹാർമോണിയത്തിലും, ഭാസ്കർ കൊട്ടവാദ്യത്തിൽ, ഗംഗൈ അമരൻ ഗിറ്റാർ എന്നിവരടങ്ങിയ ഒരു ലൈറ്റ് മ്യൂസിക് ട്രൂപ്പിന്റെ നായകനായിരുന്നു അദ്ദേഹം. SPB അവസരങ്ങൾ തേടി സംഗീത സംവിധായകരെ പലപ്പോഴും സന്ദർശിക്കാറുണ്ടായിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഓഡിഷൻ ഗാനം നിലവേ എന്നിടം തെലുങ്കാതെ ആയിരുന്നു. മുതിർന്ന പിന്നണി ഗായകനായിരുന്ന PV ശ്രീനിവാസ് തെലുങ്ക്, തമിഴ്, ഹിന്ദി, കന്നഡ, മലയാളം, സംസ്കൃതം, ഇംഗ്ലീഷ്, ഉറുദു എന്നീ ഭാഷകളിൽ അദ്ദേഹത്തിന് ഗാനങ്ങൾ എഴുതി നൽകാറുണ്ടായിരുന്നു. ചലച്ചിത്ര പിന്നണി ഗായകനാകും മുമ്പ് അദ്ദേഹം ലളിത സംഗീതത്തിന്റെ ആലാപനത്തിലും ശ്രദ്ധേയനായി. ചലച്ചിത്ര പിന്നണി ഗായക രംഗത്തേക്ക് അദ്ദേഹം വന്നത് 1966 ശ്രീ 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 മര്യാദ രാമണ്ണ എന്ന ചിത്രത്തിൽ പാടിക്കൊണ്ടാണ്. അതിനുശേഷം ഇതുവരെ 40,000-ലധികം ഗാനങ്ങൾ 16 ഇന്ത്യൻ ഭാഷകളിലായി അദ്ദേഹം പാടിയിട്ടുണ്ട്. ഇതിൽ തെലുങ്ക്, തമിഴ്, കന്നഡ എന്നീ ഭാഷകളിലാണ് ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ളത്. തമിഴിലാണ്. ദക്ഷിണേന്ത്യയിലെ എല്ലാ പ്രമുഖ സംഗീത സംവിധായകരും അദ്ദേഹത്തെ ഉപയോഗിച്ച് ഗാനങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ചലച്ചിത്ര പിന്നണി ഗാനങ്ങൾ പാടിയ ഗായകൻ എന്ന ഗിന്നസ് ലോക റെക്കോർഡ് SPBക്ക് സ്വന്തമാണ്. ഗായിക എന്ന റെക്കോർഡ് ലതാ മങ്കേഷ്കറിനാണ്. ഗായകൻ എന്നതിന്റെ ഒപ്പം നടൻ, സംഗീത സംവിധായകൻ, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്നീ നിലകളിലും SPB ജനപ്രീതി പിടിച്ചുപറ്റിയിട്ടുണ്ട്. ഏറ്റവും നല്ല ഗായകനുള്ള ദേശീയ അവാർഡ് 6 തവണ ലഭിച്ചിട്ടുണ്ട്. KJ യേശുദാസിന് ശേഷം ഈ അവാർഡ് ഏറ്റവും അധികം തവണ ലഭിച്ചിരിക്കുന്നത് SPBക്കാണ്. സാവിത്രിയാണ് SPBയുടെ ഭാര്യ. ഇവർക്ക് പിന്നണി ഗായകനും സിനിമാ നിർമ്മാതാവുമായ SPB ചരൺ എന്നൊരു മകനും പല്ലവി എന്നൊരു മകളുമുണ്ട്. SPB ചരൺ അച്ഛന്റെ വഴി പിന്തുടർന്ന് ഗായകനും നടനുമായി ശ്രദ്ധേയനായി. K ബാലചന്ദറിന്റെ മന്മഥലീല എന്ന ചിത്രത്തിലൂടെ അബദ്ധവശാൽ ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റായി തീർന്ന SPB ഈ ചിത്രത്തിന്റെ തെലുങ്ക് മൊഴിമാറ്റത്തിൽ കമൽഹാസന് ശബ്ദം നൽകി. കമൽഹാസൻ, രജനീകാന്ത്, വിഷ്ണുവർദ്ധൻ, സൽമാൻ ഖാൻ, K ഭാഗ്യരാജ്, മോഹൻ, അനിൽ കപൂർ, ഗിരീഷ് കർണാട്, ജമിനി ഗണേശൻ, അർജുൻ സർജ, നാഗേഷ്, കാർത്തിക്, രഘുവരൻ എന്നിങ്ങനെ വിവിധ കലാകാരന്മാർക്ക് വേണ്ടി വിവിധ ഭാഷകളിൽ അദ്ദേഹം ശബ്ദം നൽകിയിട്ടുണ്ട്. ദശാവതാരം എന്ന ചിത്രത്തിന്റെ തെലുങ്ക് പതിപ്പിനായി കമൽഹാസൻ അവതരിപ്പിച്ച 10 കഥാപാത്രങ്ങളിൽ 7 കഥാപാത്രങ്ങൾക്ക് ഒരു സ്ത്രീ കഥാപാത്രം അടക്കം അദ്ദേഹം ശബ്ദം നൽകി. അതുപോലെ രജനീകാന്ത് ചിത്രങ്ങൾ തമിഴിൽ നിന്ന് തെലുങ്കിലേക്ക് മൊഴിമാറ്റം ചെയ്ത ചിത്രങ്ങളിലും അദ്ദേഹം ശബ്ദം നൽകിയിട്ടുണ്ട്. മലയാളത്തിൽ അദ്ദേഹം 120ഓളം ഗാനങ്ങൾ പാടിയിട്ടുണ്ട്. 1969 ആദ്യമായി അദ്ദേഹം കടൽപ്പാലം എന്ന മലയാള സിനിമയിൽ പാടുന്നത്. ഈ കടലും മറുകടലും എന്ന ഗാനമായിരുന്നു അദ്ദേഹം മലയാളത്തിൽ ആദ്യമായി പാടിയത്. COVID-19 രോഗനിർണയത്തെ തുടർന്ന് ദിവസങ്ങളോളം തീവ്ര പരിചരണ വിഭാഗത്തിൽ കഴിഞ്ഞിരുന്ന SPB 2020 സെപ്റ്റംബർ 25 വെള്ളിയാഴ്ച ദിവസം ചെന്നൈയിലെ ആശുപത്രിയിലാണ് അന്തരിച്ചത്.
74 വയസ്സായിരുന്നു അദ്ദേഹം മരിക്കുമ്പോൾ. ചെന്നൈയിലെ MGM ഹെൽത്ത് കെയറിലായിരുന്നു അദ്ദേഹത്തിന്റെ മരണം. അനശ്വരു എന്ന മലയാള ചിത്രത്തിലെ താരാപഥം ചേതോഹരം എന്ന മനോഹരമായ SPB പാടിയ ഗാനം മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാകില്ല. അദ്ദേഹത്തിന് കിട്ടിയ പ്രധാന ബഹുമതികൾ 2001 പത്മശ്രീ, 2011 പത്മഭൂഷൺ, 2021 പത്മവിഭൂഷൺ അദ്ദേഹത്തിന്റെ മരണാനന്തരം അർഹനായി.